എല്ലാവർക്കും ടെസ്റ്റിംഗ് ബഡ്ഡി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണുന്നത്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കോഴ്സിൽ ഓൺലൈനായിട്ടുള്ള ലൈവ് ക്ലാസ്സസിൽ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാൻ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് റെഡ്മൈനെ കുറിച്ചാണ്. നമ്മൾ റെഡ്മൈൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ റെഡ്മൈനിൽ ഹൗ ടു റിപ്പോർട്ട് എ ബഗ്, റെഡ്മൈനിൽ എങ്ങനെ ഒരു ബഗ് റിപ്പോർട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളതിൽ പറഞ്ഞത്. ഈ വീഡിയോയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ഹൗ ടു ട്രാക്ക് എ ബഗ് ഇൻ റെഡ്മൈൻ. അതായത് ഓൾറെഡി റിപ്പോർട്ട് ചെയ്തൊരു ബഗ് നമുക്ക് ഇപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് അറിയാനും അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും എങ്ങനെ അത് ട്രാക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റെഡ്മൈനിൽ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ടെസ്റ്റിംഗ് ബഡ്ഡി എന്നുള്ളൊരു അക്കൗണ്ട് ഉണ്ട്, അതിൽ നമ്മൾ ലോഗിൻ ചെയ്തു. അതിൽ നമ്മൾ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹോം പേജാണ്, അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. നമ്മളിപ്പോൾ അതിൽ ഹൗ ടു ട്രാക്ക് എ ബഗ് എന്നുള്ളത് പഠിക്കാൻ വേണ്ടി ഇഷ്യൂസിലാണ് പോണേ. ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ റെഡ്മൈനിൽ നമ്മൾ ബഗ്ഗിനെ ഇഷ്യൂസ് എന്നാണ്, ഇനി ഇഷ്യൂസ് എന്നുള്ളൊരു വേർഡാണ് അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലെങ്ങനെ ട്രാക്ക് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് നമുക്ക് സ്റ്റാറ്റസ് എന്നുള്ളൊരു ഫിൽറ്റർ ഇവിടെ കാണാം, അത് ഓപ്പൺ. അപ്പോൾ ഓപ്പൺ സ്റ്റാറ്റസ് ഉള്ള അത് കിട്ടാനാണ് ഇങ്ങനൊരു സെറ്റപ്പ്. ഓക്കെ, നമുക്ക് പല രീതിയിൽ ട്രാക്ക് ചെയ്യാം. നമുക്ക് ഏതെങ്കിലും ഒരു മെത്തേഡ് നോക്കാം. അപ്പോൾ ഇവിടെ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ നമ്മൾ പലതരത്തിൽ നമുക്ക് ട്രാക്ക് ചെയ്യാം. ഏതൊക്കെ? സ്റ്റാറ്റസ് വെച്ചിട്ട്, പ്രയോറിറ്റി വെച്ചിട്ട്, ഓർഡർ വെച്ച്, അസൈനി വെച്ചിട്ട്, സബ്ജക്റ്റ് വെച്ച്, പേഴ്സൻറ്റേജ് എത്ര കഴിഞ്ഞു എന്നുള്ളത് വെച്ചിട്ട്. ഓക്കെ, ഓരോ രീതിയിൽ നമുക്ക് വരാം. കുറേ ഓപ്ഷനുകളുണ്ട്. നമുക്കിപ്പോൾ തൽക്കാലം സ്റ്റാറ്റസ് വെച്ച് നോക്കാം. ഓക്കെ, സ്റ്റാറ്റസ് സെലക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഓൾറെഡി സ്റ്റാറ്റസ് സെലക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാറ്റസ് വെച്ച് ഇവിടെ സ്റ്റാറ്റസ് ടിക്കഡ് ആണ്. അതിൽ നമുക്ക് സ്റ്റാറ്റസ് പലതരം ഉണ്ട്. ഈസ്, ന്യൂ ഉള്ളത്, റിസോൾവ്ഡ് ഉള്ളത്, ക്ലോസ്ഡ് ഉള്ളത്, റീഓപ്പൺഡ് ഉണ്ട്. നമുക്ക് റീഓപ്പൺ എന്നുള്ള സ്റ്റാറ്റസ് ഉള്ള ബഗ്ഗുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കൊടുത്തു. അതായത് സ്റ്റാറ്റസ് ഈസ് റീഓപ്പൺഡ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമ്മൾ തൽക്കാലം ഇത് വെച്ചിട്ട് അപ്ലൈ കൊടുക്കണം. അപ്പോൾ നമുക്ക് റീഓപ്പൺഡ് എന്നുള്ള സ്റ്റാറ്റസ് ഉള്ള ബഗ്ഗുകൾ മൊത്തം കാണാം. ഏതെങ്കിലും ഒരു ബഗ് ആണെങ്കിൽ നമ്മളിതുമേ ക്ലിക്ക് ചെയ്താൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ കാണാം. ഓക്കെ, റീഓപ്പൺഡ് എന്നുള്ള സ്റ്റാറ്റസ് ആണ്, പ്രയോറിറ്റി നോർമലാണ്, ഇത് അസൈൻ ചെയ്ത് മേരിയസ് ബെലോറ്റ എന്നുള്ള ആൾക്കാണ്. ഇതിലെല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാം. ഇതിലെ ബഗിനെ കുറിച്ചുള്ള കമൻസും അതിൻ്റെ ചാറ്റിങ്ങും ന്യൂസും ഒക്കെ കാണാം. ഓക്കെ, നമുക്ക് വീണ്ടും ബാക്ക് പോവാം, പല രീതിയിൽ നോക്കണത്. ഇനി നമുക്ക് അടുത്തൊരു ഓപ്ഷൻ നോക്കാം. സ്റ്റാറ്റസ് വഴിയുണ്ട്, പ്രയോറിറ്റി വെച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ റീഓപ്പൺഡും ആണ്, പ്രയോറിറ്റി രണ്ടും വേണ്ടി നോക്കാം. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പ്രയോറിറ്റി മാത്രം വെച്ച് നോക്കാം. ഓക്കെ, ഇത് അൺടിക്ക് ചെയ്താൽ മതി. ഓക്കെ, പ്രയോറിറ്റി ഈസ് നോട്ട്, രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഈസ് കൊടുത്തു, ലോ, നോർമൽ, ഹൈ, അർജന്റ്. അപ്പോൾ നമുക്ക് ഹൈ പ്രയോറിറ്റി ഉള്ള ബഗ്ഗുകൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്ലൈ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാം പ്രയോറിറ്റി ഹൈ ആണ്. ഓക്കെ, സ്റ്റാറ്റസ് ക്ലോസ്ഡ് ആണ്, അത് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പ്രയോറിറ്റി ഹൈ ഉള്ളത് നമുക്ക് കിട്ടി. ഓക്കെ, ഇതുപോലെ നമുക്ക് നെക്സ്റ്റ് ഓർഡർ വെച്ച്, അസൈൻ വെച്ച്, ഓരോ രീതിയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്ജക്റ്റ് വെച്ച്, ഡിസ്ക്രിപ്ഷൻ വെച്ച്, പല ഓപ്ഷനുകളും നമുക്കിതിൽ കാണാം. എല്ലാ രീതിയിലുള്ളത് നമുക്ക് പലതരത്തിലുള്ള വെറൈറ്റി രീതിയിലുള്ള വേരിയസ് മെത്തേഡ്സിൽ നമുക്ക് കാണാം. നമുക്ക് ഇതിൽ ഓൾറെഡി നമ്മൾ ബഗ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടെസ്റ്റിംഗ് ബഡ്ഡി എന്നുള്ളൊരു ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് വെച്ച് വേണമെങ്കിൽ നമുക്കത് വീണ്ടും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നുള്ളൂ. ഇനി സബ്ജക്റ്റ് വെച്ച് കണ്ടുപിടിക്കാം, പേഴ്സൻറ്റേജ് ഡൺ വെച്ച് കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ. പ്രയോറിറ്റി ഹൈയും പേഴ്സൻറ്റേജ് ഡൺ എത്രയാണ്? ഈസ് ഉണ്ട്, കുറേ ഓപ്ഷൻ ഉണ്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50% അല്ലെങ്കിൽ 90% കഴിഞ്ഞ ഇത് മൊത്തം ഹൈ പ്രയോറിറ്റി ഉള്ളത് മാത്രം നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, ഓക്കെ, ഇതിലൊരെണ്ണം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പേഴ്സൻറ്റേജ് ഡൺ 100% ആണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90% നമ്മൾ കൊടുത്തു. അപ്പോൾ 100% കഴിഞ്ഞ ഒരു ബഗ്ഗിന് നമുക്ക് കിട്ടി. ഓക്കെ, നമുക്കിതിൽ ആഡ് ചെയ്ത് പോവാം. ഓക്കെ, ഇത് നമുക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ ക്ലിയർ ഓപ്ഷൻ ഉപയോഗിച്ചാൽ മതി. നമ്മുടെ ഫിൽറ്ററിങ് ക്ലിയർ ആവും. ഡീഫോൾട്ടായിട്ട് ഈ സ്റ്റാറ്റസും ഇതുണ്ടാവും. ഓക്കെ, നമ്മൾ മുമ്പ് റിപ്പോർട്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ തപ്പി കിട്ടും.
ഓതർ വെച്ചിട്ട് വേണം നമുക്ക് സെർച്ച് ചെയ്യാം. ഓതർ സ്റ്റാറ്റസ് കളയാം വേണ്ട. ഓതർ ഈസ് മീ കൊടുത്താൽ നമ്മൾ സെർച്ച് ചെയ്ത് തന്നെ കിട്ടും. നമുക്ക് മീ കൊടുത്താൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കാണാം. അപ്ലൈ കൊടുക്കുക. അത് കാണാം, നമ്മൾ 3 എണ്ണമാണ് റിപ്പോർട്ട് ചെയ്തേക്കണേ. ക്ലിയർ ഫിൽട്ടർ ഓപ്ഷൻ ഈസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി, ബഗ് ഫിൽട്ടർ ഓപ്ഷൻ ഈസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി, ബഗ് ഫിൽട്ടർ ഓപ്ഷൻ ഈസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി. 3 സെയിം തന്നെയാണ്, 3 ടൈമിൽ കൊടുത്താണ്. നമ്മുടെ മീ എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് പിന്നെ നമുക്കിതിൽ ആക്റ്റീവായിട്ടുള്ള മറ്റു യൂസേഴ്സിൻ്റെ പേര് വെച്ച് നോക്കിയാൽ നമുക്കതും കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ മുമ്പ് റിപ്പോർട്ട് ചെയ്ത ബഗ്ഗാണ് ക്ലിയർ ഫിൽട്ടർ ഓപ്ഷൻ ഇസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി. ഇതിൽ നമ്മൾ ഈ പറഞ്ഞതിൽ അവർ കമൻറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. നമ്മൾ മുമ്പ് പ്രീവിയസ് വീഡിയോയിൽ റിപ്പോർട്ട് ചെയ്ത ബഗ്ഗാണ്. ഇവരതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീഫോൾട്ട് ചോദിച്ചിട്ടുണ്ട്. 4th വെർഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ അതിനെ റെസ്പോൺസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതവിടെ അവരത് നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു ബഗ്, അതായത് ഇഷ്യൂ റിപ്പോർട്ട് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ. ഓക്കെ, ഡീഫോൾട്ടായിട്ട് വരുന്നത് ഏതാണ്? സ്റ്റാറ്റസ് ഓപ്പൺ വെച്ചിട്ട്, സ്റ്റാറ്റസ് വെച്ചിട്ടുള്ളതാണ്. ബാക്കി പലതരം ഓപ്ഷൻ ഉണ്ട്, ഓരോന്നും നിങ്ങൾ ട്രൈ ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഹൗ ടു ട്രാക്ക് എ ബഗ് ഇൻ റെഡ്മൈൻ എന്നുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ലൈവായിട്ടുള്ള ഓൺലൈൻ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ട്രെയിനിങ്ങിന് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.